മാനനഷ്ട കേസിൽ ശശി തരൂരിന് ഡൽഹി കോടതിയുടെ സമൻസ്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്ത കേസിലാണ് സമൻസ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തരൂർ നടത്തിയ പരാമർശം മാനനഷ്ടമുണ്ടാക്കിയെന്ന ഹർജിയിലാണ് സമൻസ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. വലിയ ഹർജിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തരൂരിന് സമൻസ് അയച്ചിരിക്കുകയാണ് കോടതി. മറ്റു വിവരങ്ങൾ. മാധു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി പണം നൽകിയെന്നൊരു ആരോപണം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു. ഈ ആരോപണം തനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്നതാണെന്നും ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ശശി തരൂരിനെ വിലക്കണമെന്നും അദ്ദേഹം പൊതുമാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കോടതിയെ സമീപിച്ചിരുന്നത്. നേരത്തെ ഈ കേസ് ഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയായിരുന്നു പരിഗണിച്ചിരുന്നത്. പിന്നീട് എംപിമാരും MLA-മാരുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന റോസോവന്യൂ കോടതിയിലേക്ക് ഈ കേസ് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കേസ് പരിഗണിച്ച കോടതി ഈ കേസിലെ എതിർകക്ഷിയായ, അതായത് ശശി തരൂരിന് സമൻസ് അയക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ശശി തരൂരിനോട് നേരിട്ട് ഹാജരായി ഈ കേസുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുവാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ശശി തരൂർ നൽകിയ ഈ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖം അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടുവെന്നും അത് തൻ്റെ കക്ഷിക്ക് വലിയ തോതിലുള്ള മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ ശശി തരൂരിന് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. മാധു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്. രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ട ഹർജിയിൽ ശശി തരൂരിന് കോടതിയുടെ സമൻസ്.